ഹലോ ഗൈസ്, എൻ്റെ വീട്ടിലേക്ക് വിഷുവിന് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ തിരുവായോട് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല പ്രകൃതിരമണീയമായ സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാനും കുറേ സമയം ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല കിളികളുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ സൗണ്ടും അങ്ങനെ എന്ത് രസമാണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ സൂര്യ ഉദിച്ചു വരുന്നതും പക്ഷികൾ പറക്കുന്നതും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ കുറേ ടൂറൊക്കെ പോവുക, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ എൻജോയ് ചെയ്യണത് ഇങ്ങനെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും അങ്ങനെയുള്ളതിനോടാണ് ഞാൻ കൂടുതൽ ഇഷ്ടം കാണിക്കാറ് കേട്ടോ. പോയാലും കുറേ സമയം ചെലവഴിക്കാനും നമുക്ക് തോന്നുന്നതും അതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതുപോലെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെപ്പോലെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. അവൻ ബ്ലാക്കായിരുന്നു മാത്രം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മ ഇതിങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്നതാട്ടെ. അവരുടെ കുട്ടിക്കാലത്തൊക്കെ അവരിത് അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഞാനിതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ മൂത്ത സംഭവം ഉണ്ടായിരുന്നു. അത് അല്ല, മൂത്തതാണ് വേണ്ടതെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പോരുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളായിരുന്നു എനിക്ക്. അതായത് എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ പോന്നു. രാവിലെ ക്ഷേത്രത്തിൽ പോയി ഞാൻ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി വീഡിയോ ചെയ്യാമെന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ തിരുവായോട് പൊളിയാണ്. കാരണം പ്രകൃതിരമണീയമായ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ കാണുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നല്ല ഷോർട്സൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. അപ്പോൾ ആ തൊട്ടപ്പുറത്ത് അതേപോലെ സെയിം വേറൊരു കളറ്, ഇച്ചിരി കളർ മാറ്റം ഉണ്ടെന്ന് മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ കാഴ്ചകളും എൻജോയ് ചെയ്തിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങുമ്പോഴായാലും ഞാൻ ഓരോ കാര്യങ്ങൾ കാണുന്നതും ചെയ്യുന്നതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാട്ടോ. പൂമരം കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നതെന്നറിയോ. അതുപോലെ തന്നെ ഇത് കൂടെയൊക്കെ വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ഞാനധികം കാണാത്ത കാഴ്ചകളായതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ അവിടെ ഉണ്ട് പാടവും പറമ്പും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഒന്നും കാണാൻ അതിനേക്കാളൊക്കെ കൂടുതൽ ഭംഗി തോന്നി എനിക്ക് ഇവിടുത്തെ ഈ ഒരു സ്ഥലം.